ഹലോ, ഇന്ന് നമുക്കൊരു പാർട്ടിക്ക് പോയാലോ? ഇന്ന് രാത്രിയായിരുന്നു കേട്ടോ നമുക്ക് പാർട്ടി. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എത്തി. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂട്ടത്തിലെ ചിക്കൻ ഫ്രൈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സമയത്തും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു അടുത്ത പാർട്ടിക്കും ചിക്കൻ ഫ്രൈ അതേപോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് വേഗം അതൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. കുട്ടികൾക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വിശക്കുന്നു എന്ന് പറഞ്ഞ് പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസും സ്മൈലീസൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. നമ്മൾ നേരത്തെ പാർട്ടിക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യും, ഒരു പ്രത്യേക വൈബായിരിക്കും. അപ്പോൾ അത് വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി മുഴുവനും പാർട്ടിയുടെ സമയത്തിരുന്ന് വർത്തമാനം പറയാം, കളിക്കാം. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു പാർട്ടി എന്നൊക്കെ പറഞ്ഞത് ഇടയ്ക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, മാസത്തിൽ 1-2 തവണ മാത്രം. അപ്പോൾ നമ്മളിത് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് വേഗം നമ്മുടെ പണിയും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോന്നോരോന്നാക്കിക്കൊണ്ടിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ആക്കിയിരുന്നത്. പിന്നെ നമ്മളിതേ കിച്ചണിലൊക്കെ നിന്നിട്ട് കുറച്ച് കത്തി വയ്ക്കലും അതും ഇതൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളും കുറച്ചൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പാർട്ടി നല്ല ലേറ്റ് ആയിട്ടായിരിക്കും തീരുള്ളൂ നമുക്കറിയാമല്ലോ. ഏകദേശം ഒരു 12 മണി 12:30 ആവും. അപ്പം വേഗം തന്നെ നമ്മൾ സാലഡിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. ഫ്രൂട്ട് കസ്റ്റാർഡിനുള്ള ഫ്രൂട്ട്സ് നമ്മൾ ആ സമയത്താണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ വേഗം റൈസിനകത്ത് കുറച്ച് മല്ലിയിലയും കാഷ്നട്ടും കിസ്മിസും ഓനിയനും ഒക്കെ ഫ്രൈ ചെയ്തത് എടുത്തിട്ടു. പിന്നെ കസ്റ്റാർഡിനകത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചു. പിന്നെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മളും കുട്ടികളുടെ അടുത്ത് പോയിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ വർത്തമാനം പറയലും കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിയുമൊക്കെ ആയിരുന്നു കേട്ടോ. കളിയുടെ ഇടയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ വരത്തില്ലല്ലോ. ഇവിടെ ഇരുന്ന് ഉരുണ്ടും മറിയലും കളിയും ചിരിയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം കഴിച്ചിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനായിട്ട്, ടൈമില്ല, ഒരുപാട് ലേറ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് അവരാദ്യമേ തന്നെ അങ്ങ് പിടിച്ചിരുത്തി കേട്ടോ. അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും കളിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ആ ടൈമിൽ നമ്മളിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടിരുന്ന് അങ്ങ് കഴിച്ചു കേട്ടോ വേഗം തന്നെ. കാരണം കഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഇരുന്ന് വർത്തമാനം പറയണമല്ലോ. നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ എത്ര വർത്തമാനം പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ലല്ലോ. എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ടൈം പോകുന്നത് നമ്മൾ അറിയത്തുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയ്ക്കും ഇരുന്ന് വർത്തമാനം പറയലാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി കേട്ടോ. പിന്നെ ഇത് ചേച്ചി വരച്ച കുറച്ച് പിക്ചറുകളാണ് കേട്ടോ. ചേച്ചി നന്നായിട്ട് പിക്ചറൊക്കെ വരയ്ക്കും കേട്ടോ. ഇതെല്ലാം ചേച്ചി വരച്ചിരിക്കുന്ന പിക്ചറുകളാണ്. ചേച്ചി വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതും കൂടിയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ഇതേപോലെ പാർട്ടി എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഒരു മാസത്തിലൊരു 2-3 പ്രാവശ്യമൊക്കെ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നതായിരിക്കും അല്ലേ. നിങ്ങൾ ഇതേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.